ഇത് ഒരു പരാതിയല്ല. ഇപ്പോൾ ഷാനിബ് പറഞ്ഞ ആ ഒരു കേസ് അവിടെ നിൽക്കുന്നു, റിനിയുമായി ബന്ധപ്പെട്ട കേസ് അവിടെ നിൽക്കുന്നു. അല്ലാതെ തന്നെ നിരവധി പരാതികൾ, ഏതാണ്ട് 9ഓളം പരാതികൾ AICCക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത്രയധികം പരാതികൾ ഒരു വ്യക്തിക്കെതിരെ നിൽക്കുമ്പോൾ അത് അതിൻ്റെ സദാചാരപരമായ ഒരു ധാർമ്മികമായ ഒരു തലം കണക്കിലെടുക്കുമ്പോൾ അക്കാര്യത്തിൽ ഒരു ചെറുവിരൽ അനക്കാൻ ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് കഴിയുന്നില്ല എങ്കിൽ അതൊരു വലിയ അപകടകരമായ ഒരു സൂചനയാണ്. അത് വളരെ മോശമായ, കാരണം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ ധാർമ്മികമായി ഉയർന്നു നിൽക്കുന്ന ആൾക്കാർ, ഇപ്പോൾ AK ആൻ്റണി ആയാലും അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ K കരുണാകരനായാലും അവരെല്ലാം തന്നെ ആ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരാണ്. എന്നാൽ അതിൽ നിന്നൊരു പെട്ടെന്നൊരു ഉൾട്ടയാണ് സംഭവിക്കുന്നത്. എന്ത് പറഞ്ഞാലും ഈ പരാതി പറഞ്ഞ പെൺകുട്ടികളോട് ഇയാൾ പറയുന്ന ഒരു, ഇന്നലെ റിനി തന്നെ പറഞ്ഞ ഒരു കാര്യം നൃപൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് മുൻപൊക്കെ ആരോപണം വന്നിട്ട്, രാഷ്ട്രീയക്കാർക്കെതിരെ ആരോപണം വന്നിട്ട് എന്ത് സംഭവിച്ചു, നിങ്ങൾ ആരോട് വേണമെങ്കിലും, ഞാൻ ആരെങ്കിലും എടുത്ത് പരാതി പറയുമ്പോൾ റിനിയോട് പറയുന്നു, ഇന്നൊരു പുതിയ വെളിപ്പെടുത്തൽ വന്ന ആ പെൺകുട്ടിയോടും പറയുന്നു, നിങ്ങൾ ആരോട് വേണമെങ്കിലും പറഞ്ഞോളൂ, എനിക്കൊന്നും സംഭവിക്കില്ല. എന്തൊരു ആത്മവിശ്വാസമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്. ഇന്നലെ അയാൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അയാളുടെ മുഖഭാവവും അയാളുടെ ശരീരഭാഷയും വളരെ വ്യക്തമായി നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താ, എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങൾ എത്രയൊക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലും ഞാൻ ഇതുപോലെ തന്നെ നിൽക്കും എന്നുള്ളതല്ലേ. എന്താണ് ഇയാളുടെ ആത്മവിശ്വാസം? തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉടലെടുത്ത പുതിയ ഗ്രൂപ്പ് സമവാക്യമല്ല, പുതിയ ബലാബല ചേരിയുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ വിഷയത്തോടെ പുറത്തു വരുന്നത്. കാരണം കേരളത്തിൽ AI ഗ്രൂപ്പുകളുടെ ഒരു പ്രതാപകാലം കഴിഞ്ഞ് K സുധാകരനും ഒപ്പം തന്നെ VD സതീശനും അധികാര പദവിയിലേക്ക് വരുന്നു. അതിനുശേഷം സംഘടനയുടെ പോഷക സംഘടന KSU ആകട്ടെ, മഹിളാ കോൺഗ്രസ് ആകട്ടെ, യൂത്ത് കോൺഗ്രസ് ആകട്ടെ, എല്ലാ സംഘടനകളുടെയും പോഷക സംഘടന ഭാരവാഹിത്വം പൂർണ്ണമായി VD സതീശൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസിനെ പിടിച്ചടക്കുന്നത് വേണ്ടി A ഗ്രൂപ്പിൽ അന്ന് ഉമ്മൻചാണ്ടി തന്നെ നിർദ്ദേശിച്ച JS അഖിലിൻ്റെ പേര് വെട്ടിമാറ്റി അവിടേക്ക് മത്സര രംഗത്തേക്ക് ഷാഫി പറമ്പിലിൻ്റെ പിന്തുണയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയാകുന്നതിൻ്റെ ചരിത്രം അറിയാം. വ്യാജ വോട്ട് ID കാർഡ് ഉണ്ടാക്കുന്നു, അത് കേസാകുന്നു, കോടതികളിലും പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങുന്നു. അപ്പോഴെല്ലാം പൂർണ്ണമായി സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണമായി ഷാഫി പറമ്പിലും ഒപ്പം തന്നെ VD സതീശനും നൽകുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ മുഴുവൻ പരിഗണിക്കാതെ തന്നെ വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ പോകുന്നു. ആ ഭാഗത്തേക്ക് ഷാഫിക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നിലപാട് യൂത്ത് കോൺഗ്രസിലും ഉണ്ടാകുന്നു, പാലക്കാട് മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നു. അതിലൊക്കെ തന്നെ ഉണ്ടായ ഒരു ചേരിയുണ്ട്. ആ ഒരു ബലാബലത്തിൻ്റെ കോൺഗ്രസിനുണ്ടായ ചേരിയിൽ അത് നയിച്ചിരുന്ന 3 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് VD സതീശനും ഒപ്പം തന്നെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. അതിൽ ഇങ്ങനെ കയറൂരി വിടുന്നതിലൊക്കെ തന്നെ പൂർണ്ണമായ രക്ഷകർത്താത്വം ഈ പറയുന്ന VD സതീശനുണ്ട് എന്ന വലിയ തരത്തിലുള്ള വിമർശനം ആഭ്യന്തരമായി കോൺഗ്രസിനകത്തുണ്ട്. അത് പുതിയ കാലത്ത് കോൺഗ്രസ് സംഭവിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ അപജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി കൂടി ഇതിനെ ചേർത്ത് വായിക്കണം. അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ പരമാവധി ഇക്കാര്യത്തിൽ ന്യായീകരണവുമായി രംഗത്തെത്തുന്നത്. പൂർണ്ണമായി അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ കഴിയാതെ വരുന്നത്, ഇപ്പോൾ പ്രത്യേക സമിതി തീരുമാനിക്കുന്നത്, MLA പദവി രാജിവെക്കേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നത്. അക്കാര്യത്തിലും വലിയ തരത്തിലുള്ള വിമർശനവും എതിർപ്പും മുതിർന്ന നേതാക്കൾക്കുണ്ട്. KPCCയുടെ പഴയ KPCC പ്രസിഡന്റുമാർക്കുണ്ട്, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കുണ്ട്. അങ്ങനെ ഈ എതിർപ്പുകളെല്ലാം അവഗണിച്ചും MLA സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടൻ തുടരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്ന പിന്നിലും ഇത്തരം കാര്യങ്ങളുടെ ദുരൂഹതയുണ്ട്. പക്ഷേ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല, ഏറ്റവും കൂടുതൽ പ്രതിസ്ഥാനത്ത് കുറ്റ ആരോപണത്തിൻ്റെ കുന്തമുന ഏറ്റവും കൂടുതൽ വരുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഭാഗത്താണ്. VD സതീശൻ എങ്ങനെ തന്നെ ഇക്കാര്യം ന്യായീകരിച്ചിരുന്നാലും 3 വർഷത്തിന് മുമ്പ് ഇത്തരത്തിലൊരു പരാതിയെ സംബന്ധിച്ച് ആ പെൺകുട്ടി, അടുപ്പമുള്ള പെൺകുട്ടി, തൻ്റെ കുടുംബവുമായി അത്രയേറെ ബന്ധമുള്ള, അത്രയേറെ മാതൃകാപരമായി കാണുന്ന, സ്വന്തം പിതാവിനെ പോലെ കാണുന്ന പെൺകുട്ടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുത്തണം എന്ന പരാതി, ആ പെൺകുട്ടി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പരാതിയിൽ ഏറ്റവും മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ശാസിച്ചു. നിർഭൻ വളരെ കൃത്യമായ വാക്കാണ് ആ കുട്ടി ഉപയോഗിച്ചത്. നവീകരിക്കണം, അപരിഷ്കൃതമാണ് അയാളെ നവീകരിക്കണം എന്ന വാക്കാണ് ആ പെൺകുട്ടി ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്ന് പറയുകയാണ്.
തീർച്ചയായും അത് വളരെ പ്രത്യേകിച്ച് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞില്ല, ആ നേതാവിൻ്റെ പേര് പറഞ്ഞില്ല. അപ്പോഴും ഈ റിനി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം പദവിയിലിരിക്കുന്ന ആൾക്ക് ഇങ്ങനെ ഈ പദവിയിൽ തുടരാനുള്ള യോഗ്യതയില്ല, അതുകൊണ്ട് അത് തിരുത്തണം, നവീകരിക്കണം എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഇതെല്ലാം വളരെ വ്യക്തമായി ഒരു തവണയല്ല ഒന്നിലധികം തവണ തുടർച്ചയായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് പറഞ്ഞിട്ടും അതെന്തുകൊണ്ട് പരിഹരിക്കപ്പെട്ടില്ല. മാത്രമല്ല അതിനുശേഷവും രാഹുൽ മാങ്കൂട്ടത്തിന് പുതിയ പദവികൾ എങ്ങനെയാണ് ലഭിച്ചത്, അദ്ദേഹം എങ്ങനെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായത്, ഇത്തരം ചോദ്യങ്ങൾക്ക് സ്വാഭാവികമായും മറുപടി പറയേണ്ടത് വി ഡി സതീശനാണ്. അതാണ് അദ്ദേഹത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. ഈ മലയാള മനോരമയുടെ വാർത്തയിൽ തന്നെ വ്യക്തമായി പറയുമ്പോൾ, മലയാള മനോരമ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഏറെക്കുറെ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ വി ഡി സതീശൻ്റെ പ്രതികരണവും ഒപ്പം തന്നെ അതിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണവും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ കൂടുതൽ പ്രതിസന്ധിയിൽ മറുപടി പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ്. ഷമ്മി.